ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഈ കേസിനെ വൈകാരികമായിട്ടല്ല സമീപിക്കേണ്ടത്, വികാരത്തിനടിപ്പെടാൻ പാടില്ല ഒരു വിധിന്യായം എഴുതുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഡ്ജി വിധിപ്രസ്താവം നടത്തുന്നത്. ഈ വിധിപ്രസ്താവത്തെ രാഷ്ട്രീയ കേരളവും സാംസ്കാരിക കേരളവും പല നിലകളിലാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച നീതിയല്ല എന്ന് പറയുന്നു. ഒരു സമൂഹം പ്രതീക്ഷിക്കുന്ന നീതിയല്ല നൽകേണ്ടത്, സമൂഹത്തിന് പാഠമാകേണ്ട ഒരു വിധിയായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ വിധിയെ കാണുന്നത് എങ്ങനെയാണ്? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്, വളരെ നിരാശാജനകമായിട്ടുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി തുടങ്ങിയത് തന്നെ എന്നെ വിമർശിക്കാം, പക്ഷേ ജഡ്ജ്മെൻറ്റ് വായിക്കാതെ വിമർശിക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് നിപുൻ സക്സേന എന്ന ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചിലർ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നിപുൻ സക്സേന കേസിൽ പറയുന്നത് റേപ്പ് കേസുകളിൽ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ള പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സെപ്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സെപ്ഷൻ, ആ വിക്ടിം വോളണ്ടറി ആയിട്ട് അത് സമ്മതിക്കുകയാണ്, സ്വമേധയാ വെളിപ്പെടുത്തുകയാണ്. അത് പാരഗ്രാഫ് 14 വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. There are some victims who are strong enough and willing to face society even after their names are disclosed. Some of them, in fact, help other victims of rape and they become a source of inspiration to other rape victims. Nobody can have any objection to the victim disclosing her name as long as the victim is a major. ഈ വിക്ടിം ഞാനൊരു വിക്ടിമല്ല, ഞാനൊരു സർവൈവറാണ് എന്ന് പറഞ്ഞ് ബർഖാദത്തിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ഞാൻ ഉൾപ്പെടെ പലരും അത് ഷെയർ ചെയ്തിരുന്നു. അത് വളരെ സീനിയറായിട്ടുള്ള പല അഭിഭാഷകർക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം അവരെ പല പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും സധൈര്യം മുന്നോട്ട് വരികയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. ഇത് കേരളത്തിലെ റേപ്പ് കേസിൽ ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്നത് വിക്ടിം മുന്നോട്ട് വന്നു, അവർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി സർവൈവറായിട്ട് വന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് ഒരു പാഠമാകാനും മടിച്ചു നിൽക്കാതിരിക്കാനുമാണ്. സ്റ്റീരിയോടൈപ്പ് ചെയ്യാതിരിക്കുക. ഈ സ്ത്രീക്കല്ല അപമാനം, വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന നമ്മുടെ സമൂഹത്തിനാണ് അപമാനം. അവരുടെ ഫൈറ്റ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ജഡ്ജ് പറഞ്ഞത് ആദ്യത്തെ കാര്യം തെറ്റാണ്. രണ്ടാമത് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്ന തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഉണ്ടെന്ന് വാൺ ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. കണ്ടംപ്റ്റ് പവർ ഉപയോഗിക്കുന്നത് വളരെ റെയറായിട്ട് വേണം, അല്ലാതെ ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കണ്ടംപ്റ്റ് അധികാരം ഉപയോഗിക്കേണ്ടത്. വേറൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെൻറ്റ്സും പറയുന്നത് ഈ ബഹുമാനം അർഹിക്കുന്നത് വിധിന്യായങ്ങളിലൂടെ, അത് ജഡ്ജ്മെൻറ്റ് ഷുഡ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയും. ആ വിധി വായിച്ചു കഴിഞ്ഞാൽ അതിൽ നീതി നടപ്പായി എന്ന് തോന്നുകയാണെങ്കിൽ ആരും അതിനെ അനാവശ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഇപ്പോൾ വിധിന്യായം പുറത്തു വന്നിട്ടില്ല, വായിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അത് ക്രിട്ടിസൈസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, ആ കാര്യം അവിടെ നിൽക്കട്ടെ. വിധിന്യായം വന്നു കഴിഞ്ഞ് പൂർണ്ണ രൂപത്തിലുള്ള വിധി വന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഗൂഢാലോചനയിൽ അക്യൂസ് നമ്പർ 8 ദിലീപിനെ വെറുതെ വിട്ടതെന്നുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതിന് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മിനിമം ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. മിനിമം ശിക്ഷ കൊടുക്കുന്നതിന് എന്താണ് കാരണം? മിനിമം ശിക്ഷ കൊടുക്കുന്നതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം. കാരണം ഒരു മിനിമം ശിക്ഷയും മാക്സിമം എന്ന് പറയുന്ന ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് റിമൈൻഡർ ഓഫ് ലൈഫ്, അതായത് ഇനി ജീവിതകാലം മുഴുവൻ ശിക്ഷ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു നിയമമുള്ളപ്പോൾ ജഡ്ജ് അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതിന് കാരണങ്ങൾ എഴുതണ്ടേ? അതിന് കാരണങ്ങൾ എഴുതുമ്പോൾ ഇത് ഗ്രാവിറ്റി കുറഞ്ഞ ഒഫൻസാണ്, വളരെ ഗ്രാവിറ്റിയുള്ള ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ വാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ ജഡ്ജ് ചില കാര്യങ്ങൾ സംശയങ്ങളായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് ചോദിച്ചു. ഒന്നാമത്തെ പ്രതി പ്രത്യക്ഷത്തിൽ ചെയ്ത ആ കുറ്റം, റേപ്പ് എന്ന് പറയുന്ന ആ കുറ്റം ബാക്കിയുള്ളവർ ചെയ്തതിൽ നിന്ന് കുറവല്ലേ എന്ന് ചോദിച്ചു. അതിന് പ്രോസിക്യൂട്ടർ വാദിച്ചത് എല്ലാവർക്കും ഏറ്റവും കൂടിയ ശിക്ഷ കൊടുക്കണമെന്നാണ്. എങ്കിലും ആ ജഡ്ജി ഇന്ന് എക്സ്പ്രസ് ചെയ്ത ചില ഡൗട്ട്സ്, ഈ കൃത്യം നിർവഹിച്ചത്, പ്രധാനമായിട്ടുള്ള കൃത്യം നിർവഹിച്ചത് പൾസർ സുനിയാണ്, ബാക്കിയുള്ളവർ അതിന് സഹായിച്ചു. പ്രോസിക്യൂട്ടർ വാദിച്ചത് ബാക്കിയുള്ളവർ ഈ സഹായം ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നാമതായിരുന്നു എന്നുള്ളതാണ്. ഭാഗഭാഗ് ഗാങ് റേപ്പിൽ ഭാഗഭാക്കാകുന്നവരെല്ലാം അതിന് ആ കുറ്റം ചെയ്തതിന് തുല്യരാണ്. അപ്പോൾ ഇതിൽ മാക്സിമം സെൻറ്റൻസ് റിമൈൻഡർ ഓഫ് ലൈഫ് ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും മിനിമം സെൻറ്റൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ന്യായം പറയുന്നത് നിർഭയ കേസിൽ സുപ്രീം കോടതി ചില റിഫർമേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നിർഭയ കേസിൽ പ്രായപൂർത്തിയാകാത്ത ആളെയാണ് റിഫോം ചെയ്യാനായിട്ട് അയച്ചത്. ബാക്കി മുഴുവൻ പേർക്കും വധശിക്ഷ കൊടുക്കുകയും അവരെ തൂക്കിക്കൊല്ലുകയുമായിരുന്നു.
അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഈ കേസിൽ മാക്സിമം സെൻറ്റൻസ് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. അത് കൊടുക്കാതെ എന്തുകൊണ്ട് ഇത് കൊടുത്തു? ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒക്കെ ഇത് പണ്ട് മുതലേ പറയുന്നുണ്ട്, ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത് വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ടല്ല, തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ള ഒരു അധികാരമല്ലത്. തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ല, അതിന് ന്യായം വേണം, ന്യായാന്യായങ്ങൾ നിരത്തി വേണം. ശിക്ഷ പരമാവധി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഏറ്റവും മിനിമം ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒക്കെ അതിന് ന്യായങ്ങൾ എഴുതണം. അപ്പോൾ ഇതിൽ എന്ത് ന്യായമാണ് വന്നിരിക്കുന്നത്? പ്രായം ഒരു ഘടകം മാത്രമാണ്. അക്യൂസ് നമ്പർ 1 നേരത്തെ ഉള്ള ഹിസ്റ്ററി ഉണ്ട്, പ്രയർ ഹിസ്റ്ററി ഉണ്ട്. ബാക്കി അക്യൂസിന് പ്രയർ ഹിസ്റ്ററി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് ഈ മിനിമം സെൻറ്റൻസ് കൊടുത്തത്? അതിനകത്ത് ഒരു ന്യായവും കാണുന്നില്ല. അപ്പോൾ വിധിയെ മാത്രം ഇന്നത്തെ ഇത് മാത്രം പറയുകയാണെങ്കിൽ പോലും പൾസർ സുനിക്ക് ഏറ്റവും മിനിമം സെൻറ്റൻസ് കൊടുത്തതിന് യാതൊരു ന്യായവും കാണുന്നില്ല. ഏറ്റവും അവസാനം കാര്യം പറഞ്ഞതുകൊണ്ടാണ് പൾസർ സുനി ഇതിനകം 7 വർഷവും കുറച്ച് മാസവും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 20 വർഷത്തിൽ നിന്ന് ബാക്കി കുറച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് 12 വർഷവും 5 മാസം കഴിയുമ്പോൾ പൾസർ സുനി ഇതേ കൊച്ചി നഗരത്തിലേക്ക് സ്വതന്ത്രനായി തിരിച്ചിറങ്ങും. അത് സമൂഹത്തിനൊരു ഭീഷണി കൂടിയാണ്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജഡ്ജ് പറയുന്നുണ്ട്, വിക്ടിമിന് എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ളത് നോക്കണം, സമൂഹത്തിൽ ഇതെന്ത് പ്രത്യാഘാതം ഉണ്ടാക്കണം എന്ന് നോക്കണ്ടേ. ഇത് ധന്യ രാജേന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ ന്യൂസ് മിനിറ്റ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, എനിക്ക് 2-3 കൊട്ടേഷൻ കൂടി ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത് പൾസർ സുനി. അങ്ങനെയുള്ള ഒരാളെ ഈ റിഫർമേഷൻ നടക്കാതെ ജയിലിലേക്ക് വിട്ട് കഴിഞ്ഞിട്ട് റിഫർമേഷന് പീരീഡ് സാവകാശം കൊടുത്ത് മാറ്റിയെടുക്കാതെ ഒരു മാറ്റവും വരാത്ത ആൾ 8 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും മാറ്റമില്ല. അങ്ങനെ ഒരാളെ വീണ്ടും സമൂഹത്തിലേക്ക് തുറന്നു വിടുക എന്ന് പറയുന്നത് വളരെ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനുശേഷം നിയമമന്ത്രി ഇത് ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയെന്നൊക്കെ പറഞ്ഞത് എന്താണ് അദ്ദേഹം അത് മനസ്സിലാക്കാത്തതെന്ന് ഒരു തെറ്റുപറ്റിയതാണെന്ന് കരുതുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ അത് പറഞ്ഞിട്ടുണ്ട്, മിനിമം സെൻറ്റൻസ് ആണ്, അത് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കും. ഇതിന് അപ്പീൽ കൊടുക്കുമ്പോൾ ശിക്ഷയ്ക്കെതിരായിട്ടും കൂടിയുള്ള വാദങ്ങൾ നടക്കും. മാത്രമല്ല വിട്ടുപോയ ഗൂഢാലോചന കേസിൽ വിട്ടുപോയ അക്യൂസ് നമ്പർ 8-നെതിരെയുള്ള തെളിവുകളൊക്കെ പരിഗണിച്ചോ ഇല്ലയോ എന്ന് ആ വിധിന്യായം വരുമ്പോൾ വായിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി കൂടി വിമർശിക്കേണ്ടതുണ്ട്. കാരണം അത് ഈ വിമർശിക്കുക എന്ന് പറയുന്നത് ജഡ്ജിയുടെ ഔദാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, മിനിമം സെൻറ്റൻസ് കൊടുത്തേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ്. ഒരു കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമത്തിൽ പറയുന്ന ഏറ്റവും മിനിമം സെൻറ്റൻസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഞാൻ ഒരു സംശയം, ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ വിധിന്യായങ്ങളിലൂടെ വേണം ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുക്കാൻ, അല്ലാതെ നിർബന്ധിച്ച് ബഹുമാനം എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പലരും പറയുന്നു, ഇവർക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ അവസാനത്തെ ചോദ്യം. നിയമം പഠിക്കുന്നവർ, വ്യാഖ്യാനിക്കുന്നവർ, ജഡ്ജസ് അത് വ്യാഖ്യാനിക്കുമ്പോൾ, അത് എഴുതുമ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിയണ്ടേ? ഇതെങ്ങനെയാണ് ഇന്നത്തെ സ്ത്രീ സമൂഹം ഒരുപാട് ഭീതിതമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരാൾക്ക് പോലും ഇത് സംഭവിച്ചിട്ടും ഇത്രയും ചെയ്യാൻ കഴിയുള്ളൂ. 8 വർഷം ഇത്രയും നീണ്ട ഒരു യുദ്ധത്തിന് ശേഷം ഏറ്റവും ചെറിയ ശിക്ഷ, അത് മുന്നിൽ നിന്നവർക്ക് മാത്രം. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. അപ്പോൾ അതിന് വളരെ നിരാശയുണ്ട്. എന്താണ് അതിന് ബാക്കി അടുത്ത ഘട്ടം വരുമ്പോൾ, ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ധന്യ രാജേന്ദ്രനെ പോലെ ധീരമായിട്ട് ജേർണലിസം ചെയ്യുന്നവരുണ്ട്, അവരുടെ പുതിയ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡീഷണൽ എവിഡൻസ് ആയിട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുവരുന്നത് കൂടാതെ ഇത് ജസ്റ്റിസ് മുരളീധര ഡൽഹി ഹൈക്കോടതിയിൽ ചെയ്തതുപോലെ, ഹാഷിംപുര മസാക്കർ കേസിൽ ജസ്റ്റിസ് മുരളീധര ചെയ്തതുപോലെ ഈ വെറുതെ വിട്ടവരെ അത് തിരിച്ചെഴുതി അതിൽ തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാനും ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റായിട്ട് മാറാനുമുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, Debate with Dr. Arun Kumar.